ഒന്ന് ഇത്രയും രാഷ്ട്രീയമല്ലാതെ പുസ്തകത്തിനെ പറ്റി ഒരുപാട് സംസാരിച്ചത്. ഒരു 3-4 ചോദ്യങ്ങളാണ്, ചെറിയ ചെറിയ ചോദ്യങ്ങളാണുള്ളത്. താങ്കൾക്ക് ആത്മസംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഏത് പുസ്തകമായിരിക്കും വായിക്കുക? പിന്നെ രണ്ടാമത്, ഒരു നല്ല പുസ്തകം വായിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് മറ്റുള്ളവരോട് പറയണമെന്ന്. അപ്പോൾ രാഷ്ട്രീയ മേഖലയിലായാലും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അങ്ങനെ ഒരു നല്ല പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ പെട്ടെന്ന് ആരോട് പറയണം എന്നാണ് തോന്നാറ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ശശി തരൂരിൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ ഇത് വായിക്കണം എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ ഏതായിരിക്കും എന്നോട് പറയാം. പിന്നെ EP ജയരാജൻ്റെ പുസ്തകം വാങ്ങിച്ചു, അത് വായിച്ചോ എന്നുള്ളത് കൂടിയാണ്. ഇനി 4 ചോദ്യങ്ങളും വായിക്കാം. ഞാൻ അതിന് ആത്മസംഘർഷം വരുമ്പോൾ പുസ്തകം വായിക്കാറില്ല. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം വായിക്കും. വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ നമ്മൾ വരുത്തുക എന്നുള്ളതാണ്. പിന്നെ അത് സർഗാത്മക സാഹിത്യവും അല്ലാത്ത വൈജ്ഞാനിക സാഹിത്യമുണ്ട്. വൈജ്ഞാനിക സാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഹരാരിയുടെ പുസ്തകങ്ങൾ വായിക്കും. ഹോമോ സേപ്പിയൻസ്, ഹോമോ യൂസ്, പിന്നെ ഏതാണ് 21 ലെസൺസ് 21st സെഞ്ച്വറി, നെക്സസ് 8 ലാസ്റ്ററിൻ്റെ പുസ്തകം, അതൊക്കെ വായിക്കുക. അതൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളാണ് അങ്ങനെ വായിക്കുന്നത്. സർഗാത്മക സാഹിത്യം വായിക്കുമ്പോൾ എഴുത്തുകാർ നമ്മളെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമാജിനറി ഉണ്ട് അല്ലേ, അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും, വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഈ സംഘർഷം നടത്താൻ വായിച്ചുകൊണ്ടിരുന്നതിനുള്ള ഗുണം, വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ആത്മസംഘർഷം ഉണ്ടാകുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ദുഷിപ്പൊക്കെ മനസ്സിൽ വന്ന് നമ്മൾ വേണ്ടാത്ത രീതിയിൽ പോകുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, നമ്മൾ കിട്ടുന്ന സമയത്ത് വായിച്ചാൽ മതി. അപ്പോൾ അതും നമുക്ക് നല്ല ഇത് വരും. വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമുക്ക് വായനയാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു നല്ല പുസ്തകം വായിച്ചു. നല്ല പുസ്തകം വായിച്ചാൽ ആരോട് പറയും? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ സബ്ജക്റ്റിനും ഓരോരുത്തരുണ്ട്. ഇപ്പോൾ ഫിനാൻസ്, എക്കണോമിക്സ് വായിച്ചാൽ ഞാൻ ചിലപ്പോൾ തോമസ് ഐസക്കിനോട് പറയാറുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ പുസ്തകം വായിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ വായിച്ചില്ലെങ്കിൽ ഞാൻ പറയും, അദ്ദേഹത്തിനോട് പറയും. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം വായിച്ചായിരിക്കും. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയും നല്ല പുസ്തകമാണെന്ന് പറയും. ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലാണ് ഓരോരുത്തരോട് അവരുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് ഈ പുസ്തകം ഇഷ്ടമാണെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞു തരുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ പറയും. പിന്നെ EP ജയരാജൻ്റെ പുസ്തകം എനിക്ക് അദ്ദേഹം തന്നെ തരുമെന്നാണ് എൻ്റെ വിചാരം. എനിക്ക് വളരെ അടുത്തൊരു സ്നേഹിതനാണ്, ഞാനോട് നല്ല ബന്ധമുള്ള ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് നല്ല പോരടിക്കാറുണ്ട്, ഭയങ്കരമായിട്ട്. ചിലപ്പോൾ പത്രസമ്മേളനത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടമുള്ള ഒരാളാണ്, ഞാൻ എന്തായാലും വായിക്കും പുസ്തകം. അദ്ദേഹം തന്നെ എനിക്ക് തരുമെന്നാണ് എൻ്റെ വിചാരം. തന്നില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഉറപ്പായിട്ട് വായിക്കും. ശശി തരൂരിൻ്റെ പുസ്തകങ്ങളെല്ലാം ജനറലി നല്ലതാണ്. കാരണം അതെല്ലാം റിസർച്ച് ചെയ്തിട്ട് വായിക്കുന്ന പുസ്തകങ്ങളാണ്. കുറേ പുസ്തകങ്ങൾ എല്ലാം വായിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ, റിസർച്ച് ചെയ്തിട്ട് നന്നായിട്ട് വായിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പുതിയ പുസ്തകത്തെ പറ്റി ചോദിച്ചു. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് അദ്ദേഹം. ആ ബ്രിട്ടീഷ് എംപയറിനെ കുറിച്ച് എഴുതിയ ഒരു നല്ല പുസ്തകം, നല്ലൊരു പുസ്തകമാണത്. അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പുസ്തകം. അദ്ദേഹം നന്നായിട്ട് അതിനകത്ത് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ എഴുത്തുകാരുടെ ഒരു ഇതെന്ന് വെച്ചപ്പോൾ, വെസ്റ്റേൺ എഴുത്തുകാരാണെങ്കിലും അവർ റിസർച്ച് ഓറിയൻറ്റഡാണ്. അവർ പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള അവരുടെ വലിയ സ്റ്റഡി നടത്തിയതിന് ശേഷം ആ മെറ്റീരിയൽസ് കൂടി വെച്ചിട്ടാണ് അവരിതിനെ ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളെല്ലാവരും അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്നുള്ള പുസ്തകം വായിക്കണം. എനിക്ക് ഇത്രയും വായനാനുഭവം കിട്ടിയ ഒരു പുസ്തകം ഇല്ല സത്യത്തിൽ. അതിമനോഹരമായ ഒരു പുസ്തകമാണ്. എന്തൊരു എഡിറ്റിംഗ് ആണ്, എന്തൊരു ഭാഷയാണ്. ഭാഷ കയ്യിലെടുത്ത്, ഇംഗ്ലീഷ് ഭാഷ അവർ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ്. എന്തൊരു ഓണസ്റ്റ് ആയിട്ടുള്ള സ്ത്രീയാണ് അവർ, എന്തൊരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. എനിക്ക് അവരോട് നേരത്തെ ഉണ്ടായിരുന്ന ആദരവിൻ്റെ 3 ഇരട്ടിയായി എനിക്ക് അവരോട് ആദരവ്. അത് ആ പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒന്നുമല്ല ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ. ഞാൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മോശമാണെന്ന് സതീശൻ പറഞ്ഞു പറയരുത്, ഞാൻ രാഷ്ട്രീയക്കാരായതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതിനേക്കാളൊക്കെ എത്രയോ അത് നമ്മൾ വായിച്ച് നമുക്ക് ഇഷ്ടമായ പുസ്തകമാണ്. അതൊന്നും ഒന്നുമല്ല ഇതിൻ്റെ മുമ്പിൽ. അതിമനോഹരമായ ഒരു പുസ്തകം, ഇത്രയും നല്ലൊരു വായനാനുഭവം ഈ അടുത്ത കാലത്തുണ്ടാക്കിയ പുസ്തകമില്ല. ഒരു മലയാളിയാണ്, ഒരു ഇന്ത്യക്കാരിയാണെന്നല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കും. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായി എനിക്കത് വായിച്ചപ്പോൾ. അത്ര റീഡബിലിറ്റി ഉള്ളൊരു പുസ്തകമാണ്, ആർക്കും വായിക്കാം.
മനോഹരമായ പുസ്തകം. ചോദ്യം ഞാൻ പയ്യന്നൂരിനടുത്താണ് വരുന്നത്. മരണവംശം താങ്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ചത്. എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയെങ്കിലും ഗ്രന്ഥശാല പ്രസ്ഥാനം, മറ്റ് സാക്ഷരത, അല്ലെങ്കിൽ എന്തെടുത്താലും സഹകരണ പ്രസ്ഥാനം, ഇതൊക്കെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തഴച്ചു വളർന്ന് പിന്നീട് അത് മറ്റ് കൈകളിലേക്കും മറ്റ് പ്രസ്ഥാനങ്ങളിലേക്കും പോയതാണ്. ഇതിൻ്റെ പയ്യന്നൂരൊക്കെ ഇതിൻ്റെ വളരെ വലിയ ഒരു സാംസ്കാരിക അടിത്തറയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് നാം അറിയുന്ന കോൺഗ്രസ്സിന് താങ്കളുടെ എക്സെപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു, ഇത്തരം ഒരു വായനയിലൂന്നിയ ഒരു ധാർമ്മികതയും ഒരു സത്യസന്ധതയും മൂല്യവ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കി ഈ പയ്യന്നൂരടക്കം വളരെ ഇതിൽ നിന്നൊക്കെ വളരെ താഴ്ന്ന പോയ പ്രദേശമാണ്. അപ്പോൾ ഇതിന് താങ്കൾക്ക് എന്തൊക്കെയാണ് പ്ലാൻ എന്നൊരു ബ്രീഫായിട്ട് പറഞ്ഞു. താങ്കൾ പയ്യന്നൂരിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ ചോദ്യത്തിൻ്റെ എല്ലാ അർത്ഥവും മനസ്സിലായി. കാരണം പയ്യന്നൂർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഒരുപാട് സാംസ്കാരിക പശ്ചാത്തലമുള്ള, വായനയുടെ പശ്ചാത്തലമുള്ള, കലാപരമായ ഇതുള്ള വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളുള്ള ഗാന്ധി എന്നുള്ള ഒരു സ്ഥലമാണ്. വലിയ ഒരു പ്രദേശമാണ്, വലിയൊരു പൈതൃകം ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അതായിരുന്നു. ഇപ്പോഴും കോൺഗ്രസ്സിൽ ഒരുപാട് ആളുകൾ, പിന്നീട് ഒരു നെറേറ്റീവ് വന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തമാശയായിട്ട് പറഞ്ഞു, എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസ്സുകാർ, ബാക്കിയുള്ള ചില ആളുകളാണ്, ചില പാർട്ടിയിൽപ്പെട്ടവർ മാത്രമാണ് ബുദ്ധിജീവികൾ എന്നൊക്കെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്താണ്. ഇഷ്ടംപോലെ കോൺഗ്രസ് നേതാക്കന്മാർ വായിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. രമേശ് ചെന്നിത്തല നന്നായിട്ട് വായിക്കുന്ന ആളാണ്. വേണുഗോപാൽ, KC വേണുഗോപാൽ, അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ആളാണ്. ഒരുപാട് ആളുകൾ, ഇപ്പോൾ G കാർത്തികേയൻ സാർ നന്നായി, ഞാൻ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായി ഒരുപാട് നാൾ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, നന്നായി വായിക്കുന്ന ആളാണ്. ഒരുപാട് ആളുകൾ കോൺഗ്രസ് വായിക്കുന്നത്, ചെറുപ്പക്കാരുടെ ഒരു നല്ല നിരയുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു സംഘമുണ്ട് ചെറുപ്പക്കാരിൽ നന്നായിട്ട് വായിക്കുന്നവരുടെ ഒരു നിരയുണ്ട്. ഒരുപാട് കോൺഗ്രസ്സുകാർ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. അത് ഇടയ്ക്കൊരു നറേറ്റീവ് ഇങ്ങനെ വന്നു. അത് മനഃപൂർവ്വമായിട്ട് കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തപ്പെട്ട ഒരു സാധനമാണ്. ഗ്രന്ഥശാല, PT തോമസ് അറിയാലോ, ഗ്രന്ഥശാല പ്രസ്ഥാനമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മികച്ച നല്ല വായനക്കാരനായിരുന്നു. ഒരുപാട് ആളുകൾ കോൺഗ്രസ്സിലും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കൾച്ചർ ഞാൻ കോൺഗ്രസ്സിലെ എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളോടും ഒക്കെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാം പുസ്തകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നേരത്തെ ചേച്ചി ചോദിച്ച പോലെ നല്ല പുസ്തകം വായിച്ചാൽ നമ്മൾ ആരോട് പറയും? നല്ല മനോഹരമായ ചോദ്യം വരുന്നത്. ഒരാളോട് പറയണം നമ്മളൊരു നല്ല പുസ്തകമായി. ഞാൻ അതുകൊണ്ടാണ് മദർ മേരി കംസ് ടു മീ നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞത്. എനിക്ക് ഉണ്ടായ സന്തോഷം കൊണ്ടാണ് ആ പുസ്തകം ഒരു പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുന്നത് വേറെ കുറച്ച് പേരെ കൊണ്ടുകൂടി ആ പുസ്തകം വായിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ വേണം നമ്മൾ. അത് നല്ല ചോദ്യമല്ലേ, ഞാനത് പ്രത്യേകം പറയുകയാണ്. അതുപോലെ അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് വന്ന് അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും നമ്മളാ ഒരു പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഒക്കെ പൈതൃകം ഉള്ള, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഒക്കെ പൈതൃകമുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തും. താങ്കൾ ഉദ്ദേശിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും.